രാജ്യത്ത് രണ്ടിടത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കേണ്ടതില്ല എന്നവർ നിശ്ചയിച്ചു. മാത്രമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലയും ചിലരെടുത്തു. ഇതൊന്നും ഇടതുപക്ഷത്തിനോ CPIM-നോ ബാധകമായി ഒന്നായിരുന്നില്ല. കാരണം പാലസ്തീൻ വിഷയം ഒരു പുതിയ വിഷയമല്ല രാജ്യത്തിനു മുന്നിൽ, ലോകത്തിനു മുന്നിൽ. നമ്മുടെ രാജ്യം എക്കാലവും പാലസ്തീനോടൊപ്പമാണ് നിന്നിരുന്നത്. ഹിറ്റ്ലറുടെ അതിക്രൂരമായ ആക്രമണത്തിനും കൂട്ടക്കൊലക്കും ഇരയാകേണ്ടി വന്ന ജൂതവിഭാഗത്തിന് ഒരിടം എന്ന നിലക്കാണ് പാലസ്തീനിൽ ലോകമഹായുദ്ധത്തിന് ശേഷം സ്ഥലം അനുവദിക്കാൻ പൊതുവെ തീരുമാനിക്കുന്നത്. അങ്ങനെ സ്ഥലം കിട്ടിയവര് അവിടെ നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ ഭരണകർത്താക്കളെയും ഭരണ സംവിധാനത്തെയും എല്ലാം പടിപടിയായി ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായി ഹിറ്റ്ലറുടെ ആക്രമണത്തിനിരയായി ലോകത്താകെ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ജൂതവിഭാഗത്തിന് താമസിക്കാൻ ഇടം കൊടുത്തതിൻ്റെ ഫലമായി രാജ്യവും തങ്ങളുടെ നിലനിൽപ്പും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാലസ്തീനികൾ മാറുന്ന കാഴ്ചയുമുണ്ടായി. ആ ഘട്ടത്തിലൊക്കെ കൃത്യമായ നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചു. പാലസ്തീനെയാണ് നാം അംഗീകരിച്ചത്, ഇസ്രയേലിനെ അംഗീകരിച്ചില്ല. നമ്മുടെ പാസ്പോർട്ടിൽ, ഇന്ത്യൻ പൗരർക്ക് നൽകുന്ന പാസ്പോർട്ടിൽ ഇസ്രയേലിൽ പോകാൻ അനുമതിയില്ല എന്നത് രേഖപ്പെടുത്തി. ഒരു നയതന്ത്ര ബന്ധവും ഇസ്രയേലുമായി ഉണ്ടായില്ല. ചേരിചേരാ സമ്മേളനം ഡൽഹിയിൽ ചേർന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ പാലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അത്രമാത്രം പാലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യം പൊതുവെ സ്വീകരിച്ചത്. എന്നാൽ ആ രാജ്യം പിന്നീട് മാറി. ആ മാറ്റം കോൺഗ്രസിനുമുണ്ടായി. ആ മാറ്റം BJP ഗവൺമെൻറ് വന്നതോടെ അതിവേഗതയിലായി. ഇതിൻ്റെയെല്ലാം ഫലമായി തങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കണ്ടു.